ട്രേഡിംഗ് പഠിക്കണമെന്നൊരു തീരുമാനമെടുത്താൽ നമ്മൾ ആദ്യം ഒരു സ്ട്രാറ്റജി കണ്ടെത്തും. അതിനായി നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നു, ബുക്സുകൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. എന്നാൽ അത് ശരിയാണ്. നമ്മൾ പഠിക്കുന്നതെല്ലാം ചാർട്ടിൽ നന്നായി വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്യും. നമ്മൾ കോൺഫിഡൻ്റ് ആകും. എന്നാൽ അതൊക്കെ നമ്മൾ ട്രേഡിൽ കയറുമ്പോൾ പ്രവർത്തിക്കുന്നില്ല. കുറച്ച് ലോസുകൾ വരുന്നു. ഇത് വർക്കാകുന്നില്ല എന്ന് തോന്നുന്നു. അടുത്തതായി പുതിയൊരു സ്ട്രാറ്റജി വീണ്ടും തിരയുന്നു. വീണ്ടും അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിനെയാണ് ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. ഞാനീ പറയുന്നത് എൻ്റെ തന്നെ അനുഭവമാണ്. കുറേ വർഷങ്ങളെടുത്തു ഞാൻ ഈ ലൂപ്പിൽ നിന്നും പുറത്തു വരാനായി. ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ 3 പില്ലറുകൾ അത്യാവശ്യമാണ്. അതിലൊന്നാണ് സ്ട്രാറ്റജി, എഡ്ജ് എന്ന് വിളിക്കാം. 2 സൈക്കോളജി, 3 റിസ്ക്. ഫസ്റ്റ് എഡ്ജ്. ഒന്നുകിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, SMT, ICT, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഇൻഡിക്കേറ്റേഴ്സ്, ട്രെൻഡ് കണ്ടിന്യൂഷൻ, റിവേഴ്സൽ ട്രേഡിംഗ്, റേഞ്ച് ട്രേഡിംഗ്. ഇതെല്ലാം ഏത് കമ്പനിയുടേതായാലും ഇൻഡെക്സിൻ്റെതായാലും ഏത് ടൈം ഫ്രെയിമിലായാലും എല്ലാം ഒന്ന് തന്നെയാണ്. പ്രൈസ് എപ്പോഴും ഒരു പ്രധാന പോയിന്റുകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. മുകളിൽ നിന്നും താഴേക്കും, താഴെ നിന്നും മുകളിലേക്കും. ഇതിനിടയിൽ ചെറിയ ചില ലെവലുകളും ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ എവിടെയാണ് പങ്കെടുക്കുക എന്ന് നമ്മളുടെ ഒരു ചിന്തയാണ് നമ്മളുടെ സ്ട്രാറ്റജി. സ്ട്രാറ്റജി എപ്പോഴും ഒരു അടിസ്ഥാനത്തിലാണ്, ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക്. എന്നാൽ പ്രധാന ചോദ്യം ഇതാണ്: ട്രേഡ് എന്നാൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുന്ന ഒരു വില മാത്രമാണോ? ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് എന്താണ് വേണ്ടത്? നമ്മുടെ ട്രേഡിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലനിൽപ്പിന് വേണ്ട 3 പില്ലറുകളാണ്: ഡയറക്ഷൻ, കീ ലെവൽ, എൻട്രി. ഡയറക്ഷൻ, എവിടെ നിന്നും തുടങ്ങുന്നു, എവിടേക്ക് പോകുന്നു, വില ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഇതാണ് പ്രധാന 2 ചോദ്യങ്ങൾ. ഇതിന് ഉത്തരമുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. മൂന്നാമതാണ് എൻട്രി. ഇവിടെയാണ് നമ്മുടെ കണക്കുകളെല്ലാം ശരിയാവുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. അതെന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ കഴിയുന്ന എമൗണ്ടിലുള്ള എൻട്രിയാണോ? റിസ്ക് റിവാർഡ് ടാർഗറ്റിലേക്ക് ആവശ്യത്തിനുണ്ടോ? 1:2 മുകളിൽ മിനിമം ഉണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങളുടെ സ്ട്രാറ്റജി കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നല്ല സ്ട്രാറ്റജിയാണെന്ന് പറയാം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ട്രേഡ് ഇല്ല. എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറയാം, ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡ് എന്നാൽ ട്രേഡ് റിവേഴ്സലിനേക്കാൾ ഒരു കണ്ടിന്യൂറ്റി ട്രേഡ് ആയിരിക്കും. ഉദാഹരണത്തിന് ഈ ഗ്രാഫിൽ പ്രധാന പോയിന്റുകളിൽ വില വരുമ്പോൾ അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ചു പോവുകയും ഫേക്ക് ബ്രേക്കൗട്ടുകൾ ഉണ്ടാക്കുകയും വലിയ വിക്കുകൾ സൃഷ്ടിക്കുകയും ചെയ്താൽ അവിടെ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. ഈ ഗ്രാഫിൽ വളരെ സ്ട്രെങ്ത്തിൽ ഒരു ബ്രേക്ക് ഡൗൺ നടന്നിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഈ തരത്തിൽ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ഏരിയയിൽ നിന്നും മൂവ്മെൻറ്റ് വീണ്ടും തുടരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഒരു ഹൈ പ്രോബബിലിറ്റി എൻട്രിക്കുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. എഡ്ജ്. നിങ്ങളുടെ സ്ട്രാറ്റജി കൊണ്ട് ഗുണമുണ്ടോ എന്നറിയാൻ ഒരു ട്രേഡോ 30 ട്രേഡോ കൊണ്ടാകില്ല. അതിന് 100 കണക്കിന് ട്രേഡുകൾ കഴിഞ്ഞാലേ അറിയാൻ പറ്റും. ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവണമെങ്കിൽ നിങ്ങൾക്ക് വിൻ റേറ്റ് എത്രയുണ്ടോ, റിസ്ക് റിവാർഡ് എപ്പോഴും തുല്യമായി പാലിക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. നഷ്ടങ്ങളുടെ മുകളിൽ 1:2 അതിന് മുകളിലോ ലാഭമെടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ 55% വിൻ റേറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ ലോങ് ടൈമിൽ വളരെ പ്രോഫിറ്റബിൾ ആയ ഒരു ട്രേഡർ ആയിരിക്കും. പാർട്ട് 2 സൈക്കോളജി. എല്ലാവരും പഠിച്ചു വച്ചിരിക്കുന്ന രീതി പൂർണ്ണമായും ശരിയല്ല. കാരണം പുസ്തകങ്ങളും യൂട്യൂബ് വീഡിയോകളും കണ്ടിട്ടായിരിക്കും നമ്മൾ കൂടുതലും പഠിച്ചിട്ടുണ്ടാവുക. അതിൽ പലരും പറയുന്നു അച്ചടക്കം പാലിക്കുക, ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ്, ഓവർ തിങ്കിങ്, റിവെഞ്ച് ട്രേഡിംഗ്, ക്ഷമയില്ലായ്മ, സ്റ്റോപ്പ് ലോസ് മാറ്റി വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു ലോസ് വരുമ്പോൾ എല്ലാം കൈവിട്ടു പോകുന്നു. നമ്മൾ പഠിച്ചത് എല്ലാത്തിലും പറയുന്നു ഇത് ചെയ്യരുതെന്ന്. എന്നാൽ ചെയ്യരുതെന്ന് പറഞ്ഞതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല, എല്ലാം നമ്മുടെ ചിന്തകളാണ്. അതിൻ്റെ കാരണം ശാരീരികമായി നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മൾ മുൻകരുതലുകൾ എടുക്കാറില്ലേ? അതുപോലെ തന്നെയാണ് മാനസികമായ ബുദ്ധിമുട്ടുകളും. എന്നാൽ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ചിന്തകളാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ്. അതിന് അപകടകരമായ ഒരു ട്രേഡെന്നോ നല്ല ട്രേഡെന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫോമോയിലേക്ക് പോകുന്നത്. ആ ട്രേഡ് നമ്മൾക്ക് മിസ്സായി പോകുമോ എന്നുള്ള മനസ്സിൻ്റെ ഭയം. ശാരീരിക ബുദ്ധിമുട്ടിന് തുല്യം തന്നെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടും. അതിനാൽ നമ്മളുടെ മനസ്സ് നമ്മളെ സംരക്ഷിക്കുകയാണ് അവിടെ ചെയ്യുക. എന്നാൽ പ്രധാന പ്രശ്നമുള്ളത് ഈ ചിന്തകളുടെ വേരിലാണ്. ഒരു നഷ്ടത്തിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചിന്തകളുടെ വേരിലേക്ക് പോകണം. അവിടെയാണ് യഥാർത്ഥ ബോധമുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ നഷ്ടത്തിൽ നിന്നും നിങ്ങളെ സ്വയം രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ട്രേഡിംഗ് എന്നാൽ നിങ്ങൾക്ക് നേരെ പിടിച്ചൊരു കണ്ണാടിയാണ്. നിങ്ങളുടെ കുടുംബത്തിലെയോ ജീവിതത്തിലെയോ മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിശദീകരണങ്ങൾ നൽകാം. മറ്റാരെങ്കിലും ആണെന്നോ സാഹചര്യമാണെന്നോ എന്തെങ്കിലും പറയാം. എന്നാൽ ട്രേഡിങ്ങിൽ ഇത് സാധ്യമല്ല. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. കാരണം അത് കള്ളമല്ല. നിങ്ങൾ ആരാണെന്നത് കൃത്യമായി കാണിച്ചു തരും. അപ്പോൾ ഓരോ നഷ്ടങ്ങൾക്കും കാരണങ്ങൾ കണ്ടെത്തുന്നത് ആദ്യം നിർത്തുക. ആദ്യം തെറ്റുകൾ സ്വീകരിക്കുക. മൂലകാരണം ചിന്തകളാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകളെ പരിഹരിക്കാതെ നഷ്ടമുണ്ടായ സെറ്റപ്പ് മാറ്റിയിട്ട് ഒരു കാര്യവുമില്ല. വേറൊരു പ്രശ്നം നാളെയും വരും. ഒരേ ഒരു വഴിയേ ഉള്ളൂ: ചിന്തകളുടെ റൂട്ടിൽ ചെല്ലുക. 90% പ്രശ്നങ്ങളും അവിടെ ഇല്ലാതാവും. ഏറ്റവും അപകടകരമായ ഒരു കാര്യം: നിങ്ങളുടെ പ്രോസസ്സ് പിന്തുടർന്ന് ഒരു ലോസ് ഉണ്ടായാൽ അത് നല്ലതാണ്. എന്നാൽ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ലോസ് ഉണ്ടായാൽ അതത്ര നല്ലതല്ല. നമ്മൾ പ്രോസസ്സ് ഫോളോ ചെയ്തിട്ട് ഒരു ലാഭം ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ അഭിമാനിക്കാം.
ഏറ്റവും അപകടകരമായ അവസ്ഥയെന്ന് പറയുന്നത് റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടും ലാഭം കിട്ടുന്നതാണ്. കാരണം നിങ്ങളുടെ മനസ്സിന് ഇപ്പോഴറിയാം റൂൾസ് ബ്രേക്ക് ചെയ്താലും ലാഭം ലഭിക്കും. അതിന് തെളിവുണ്ട്. ഇത് വീണ്ടും വീണ്ടും ചെയ്യും. അതിനാൽ ഒരിക്കലും റിസൾട്ട് നോക്കാതെ ട്രേഡുകൾ എടുക്കാൻ പഠിക്കണം. ഫോളോ പ്രോസസ്. ഇതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പാർട്ട് 3 റിസ്ക്. നിങ്ങൾ എടുക്കുന്ന ഒരു ട്രേഡ് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ആർക്കും അറിയില്ല. നിങ്ങളുടെ കൺട്രോളിലുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് എത്ര നഷ്ടം സഹിക്കാൻ പറ്റും അത് മാത്രമാണ്. ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ തുടക്കക്കാരെപ്പോഴും ഈ ഒരു താഴത്തെ തട്ടിലായിരിക്കും. കാര്യം അവർക്ക് പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിനോ റൂൾസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഉയർന്ന റിസ്ക് റിവാർഡും വിൻ റേഷ്യോയും ഉള്ളപ്പോഴാണ് ഒരാൾ ഒരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് മാറുന്നത്. നിങ്ങൾക്കൊരു 1:1 റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ ബ്രേക്ക് ഈവൻ ആവുന്നതിന് ഒരു 50% വിൻ റേറ്റ് വേണം. ഒരു 1:2 1:3 ഉണ്ടെങ്കിൽ 50% വിൻ റേറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ പണം സമ്പാദിക്കും. മറുവശത്ത് പണം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ റിസ്ക് റിവാർഡും വിൻ റേഷ്യോയും വളരെ പ്രധാനമാണ്. നിങ്ങൾ ക്യാപിറ്റലിൻ്റെ 25% ലോസ് ചെയ്താൽ റിക്കവർ ചെയ്യാൻ 33% ആവശ്യമാണ്. 50%ആണ് ലോസ് ചെയ്യുന്നതെങ്കിൽ 100% ആവശ്യമാണ്. ഒരു 75% ആയാലോ 300% ആവശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ക്യാപിറ്റലിൻ്റെ 3 ഇരട്ടി വേണം. അങ്ങനെയുള്ളവർക്ക് പിന്നീട് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അതിനാൽ മാക്സിമം പണം ഉണ്ടാക്കാനുള്ളൊരു ശ്രമമല്ല വേണ്ടത്. ക്യാപിറ്റൽ സംരക്ഷിച്ച് കോമ്പൗണ്ടിങ് ചെയ്യണം. ഈ 2 ഗ്രാഫുകൾ കണ്ടില്ലേ? ഒന്ന് ഒരു ഹെൽത്തി കർവാണ്. ഇത് വളരെ പതുക്കെ മുകളിലേക്ക് പോകുന്നു. നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്നാലും ചെറിയ നഷ്ടങ്ങളും 1:2 വെക്കുന്നത് കൊണ്ട് തിരിച്ചു കയറുമ്പോൾ അതിനിരട്ടി ലാഭവും എടുത്തിട്ട് പതിയെ പതിയെ മുകളിലോട്ട് പോകുന്നുണ്ട്. എന്നാൽ അൺഹെൽത്തി ആയിട്ടുള്ള കർവ് കണ്ടോ? അത് കുത്തനെ മുകളിലോട്ട് പോകും, കുറച്ച് താഴേക്ക് വരും, ചിലപ്പം വീണ്ടും മുകളിലേക്ക് പോകും, അത് കഴിഞ്ഞ് കുത്തനെ താഴേക്കും വരും. ഒരു ട്രേഡിൽ നിന്ന് തന്നെ വളരെ വലിയ ലാഭങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഒരു ട്രേഡിൽ നിന്ന് തന്നെ പൂർണ്ണമായ നഷ്ടവും ഉണ്ടാകുന്നു. കുറച്ചുകൂടി മെച്ചപ്പെട്ട ട്രേഡുകൾ എടുക്കുന്ന ട്രേഡേഴ്സിൻ്റെ കാര്യത്തിൽ SL ഉപയോഗിക്കാതെയുള്ള ട്രേഡിംഗ് രീതി കാരണം അല്ലെങ്കിൽ അധിക ലിവറേജ് ഉപയോഗിക്കുന്ന കാരണം ഇവരുടെ ലോസും പ്രോഫിറ്റും വലുതാണ്, എന്നാൽ ദീർഘകാലത്തിൽ നഷ്ടത്തിലെത്തുന്നു. എന്നാൽ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം സ്ട്രാറ്റജി, സൈക്കോളജി, റിസ്ക് ഇതിനെല്ലാം വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ഓരോ കോഴ്സുകൾ വീതം എടുക്കാം. ഓരോ ടോപ്പിക്കിനും ഓരോ കോഴ്സുകൾ പോലുമുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു ഇതെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. കാരണം സ്ട്രാറ്റജി പറയുന്നു ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, അപ്പോൾ സൈക്കോളജി പറയുന്നു അത് ചെയ്യരുതെന്ന്. എന്നാൽ റിസ്ക് പറയുന്നത് മനസ്സിലാക്കാനല്ല, അത് പ്രവർത്തിക്കാനാണ്. കാരണം ലാഭം ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മളൊരു സ്ട്രാറ്റജിയിൽ പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്നു. എന്നാൽ റിസ്ക് പറയുന്നതൊന്നുമല്ല, അത് പ്രവർത്തിക്കാനാണ്, മനസ്സിലാക്കാനല്ല. ട്രേഡിംഗ് എന്നാൽ മനസ്സിലാക്കലല്ല, അത് പ്രവർത്തിക്കാനുള്ളതാണ്.